നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് അസൈൻമെൻറ്റ് 2 ആണ്. അസൈൻമെൻറ്റ് 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ മെട്രിക്സ് ഹാസ് 28 എലിമെൻറ്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 എലിമെൻറ്റ്സ്? അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. 28ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 28നെ എങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളത് നോക്കിയാൽ മതി. 2, 14, 2, 7, 7, 1. അപ്പോൾ ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള രീതികളായിരിക്കും. 2x2 മെട്രിക്സ് ആയിട്ട് എഴുതാം, 2x7 മെട്രിക്സ് ആയിട്ട് എഴുതാം, 7x2 മെട്രിക്സ് ആയിട്ട് എഴുതാം. പിന്നെ എങ്ങനെ എഴുതാൻ പറ്റും? 14x2 മെട്രിക്സ് ആയിട്ട് എഴുതാം, 2x14 മെട്രിക്സ് ആയിട്ട് എഴുതാം, 28x1 മെട്രിക്സ് ആയിട്ട് എഴുതാം, 1x28 മെട്രിക്സ് ആയിട്ട് എഴുതാം. സോറി, 2x2 ഇല്ല കേട്ടോ, 2x7 ഒക്കെ 2x2 2x7 തെറ്റാണ്. സോറി, അറിയാം. കാരണം 14 വരണം, റൈറ്റ്. അപ്പം 28 വരണം. 14x2 7x2. ഓക്കെ, ഇനി അടുത്തത് 7x4 മെട്രിക്സ് ആയിട്ട് എഴുതാം, 4x7 മെട്രിക്സ് ആയിട്ട് എഴുതാം, അല്ലേ? ഇതെല്ലാം 28 വരുന്നതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ശരി, 13 ഒരു എന്താണ്? പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിനെങ്ങനെ എഴുതാം? 13x1 അല്ലെങ്കിൽ 1x13 ആയിട്ട് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓർഡർ ഓഫ് ദി മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്കറിയാം. ഇതിൽ മൊത്തം 3 റോ 3 കോളം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3x3 ആയിരിക്കും. സിമ്പിൾ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 × 3 എത്ര? ഓർഡർ മൾട്ടിപ്ലൈ ആയി 3 × 3 9 എലമെൻറ്റ്സ് ആയിരിക്കും ടോട്ടൽ ഉള്ളത്. ഓക്കെ, റൈറ്റ് ദി എലമെൻറ്റ്സ് A23, A31, A12. പെട്ടെന്ന് മാർക്ക് ചെയ്തേക്കാം. A23 സെക്കൻഡ് റോ തേർഡ് കോളം, സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിൽ കിടക്കുന്നത് A23. ശരിയാണോ? നോക്കിക്കേ, സെക്കൻഡ് റോ തേർഡ് കോളം. ദേ അടുത്തത് A31 തേർഡ് റോ ഫസ്റ്റ് കോളം. ഏതായിരിക്കും? 0, റൈറ്റ്. അടുത്തത് നോക്കിക്കേ, A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഏതായിരിക്കും? √3. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം സ്പെസിഫിക് ആയിട്ട് എടുത്തെഴുതണം, അല്ലാതെ ഒരു കാര്യവും ഞാൻ ഈ പറയുന്ന വീഡിയോക്കകത്ത് ജസ്റ്റ് എങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചെയ്യാൻ പറയും. കാരണം വളരെ സ്പെസിഫിക് ആയിട്ട് നല്ലോണം എടുത്തെഴുതണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് എ മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സ് ആണ്. A2x2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 റോ 2 കോളം. ഇതിൽ ഓരോ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? A11, A12, A21, A22. സിമ്പിൾ. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. 1-2 എണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം, എന്നിട്ട് സ്ട്രെയിറ്റ് ഞാൻ ആൻസർ എഴുതുകയുള്ളൂ. പക്ഷേ നിങ്ങൾ മൊത്തം ചെയ്യണം. ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? A11. ഓക്കെ, A11 എന്ന് പറയുമ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം എന്ത് വരും നോക്കാം. A11 എന്ന് പറയുമ്പം ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. A11 എന്ന് പറയുമ്പോൾ ഐക്കും ജെയ്ക്കും 1 ഇട്ട് കൊടുക്കുക. 1 - 2 × 1 the whole square by 2 which is equal to -1 the whole square by 2 which is equal to 1/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് നോക്കിക്കേ, A12 അതുകൂടെ പറയാം. A12 എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് നമുക്ക് 1/2 എന്ന് എഴുതാം. സോറി, ഇത് 1/2 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും എന്നുള്ളതാണ് A12. 12 എന്ന് പറഞ്ഞാൽ 1 - 2 × 2 the whole square by 2 which is equal to 1 - 3 അല്ല 1 - 4 the whole square by 2 അല്ലെങ്കിൽ -3യുടെ സ്ക്വയർ ബൈ 2 9/2 എന്ന് വരും. ദിസ് വിൽ ബി ഈക്വൽ ടു 9/2. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ മെട്രിക്സ് നമുക്ക് എഴുതാം. ആൻസർ എന്തായിരിക്കും? ആൻസർ 1/2 9/2 0 2. ഇത് ഓരോന്നും കണ്ടുപിടിച്ച് എഴുതണം, അല്ലാതെ ഞാൻ 2 എണ്ണോ കണ്ടുപിടിച്ചുള്ളൂ, അതുകൊണ്ട് സാർ 2 എണ്ണം കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ ബാക്കി 2 എണ്ണം കണ്ടുപിടിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഞാൻ റീറൈറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെയിം ഇതുപോലെ തന്നെ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മോഡ് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മോഡ് ഇട്ടിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ, ക്ലാസ് പറഞ്ഞ കാര്യമാണ്. നോട്ട്ബുക്ക് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ 3x2 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ. അപ്പോൾ ഇതൊരു ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. Aij ഈസ് ഈക്വൽ ടു e⁻ix × sin jx. ഓക്കെ, ഞാനപ്പോൾ ഒരു 1-2 വാല്യൂസ് കണ്ടുപിടിക്കാം, ബാക്കി നിങ്ങൾക്ക് ചെയ്തോണം. 3x2 മെട്രിക്സ് ആയതുകൊണ്ട് 3 റോ 2 കോളം. ഇത് വരുന്നത് A11 12 21 22 A31 32. ഓക്കെ, അപ്പോൾ A11 ഞാൻ കണ്ടുപിടിച്ച് തരാം. A11 എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വരും? e⁻
1 ഇൻറ്റു എക്സ് സൈൻ ജെയും 1 സൈൻ 1x വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, അടുത്തത് A12 വരുമ്പോഴത്തേക്കും ഇ റേസ് ടു 1 ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ ജെ എന്താ, ജെ നമുക്കറിയാം 2 ആണ്. അപ്പോൾ സൈൻ ജെ 2 ആണ്, സൈൻ 2x വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 2x. ഓക്കെ, അപ്പം ആ മെട്രിക്സ് എന്താണ് എന്ന് ഞാനൊന്ന് എഴുതുകയാണ്, നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം. സമയം വെറുതെ കളയണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ്. ആൻസർ വരാൻ പോകുന്നത് ഇ റേസ് ടു എക്സ് സൈൻ എക്സ്, ഇ റേസ് ടു എക്സ് സൈൻ 2x, ഇവിടെ ഇ റേസ് ടു 2x സൈൻ എക്സ്, ഇ റേസ് ടു 2x സൈൻ 2x. അടുത്തത് ഇ റേസ് ടു 3x സൈൻ എക്സ്, ഇ റേസ് ടു 3x സൈൻ 2x. ഓക്കെ, സൈൻ 2x. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇഫ് എ ഈസ് ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതേ ഇവിടെ 8 ഉണ്ട്, ശരി. A+4ഉം 2A+2 നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. A+4ഉം 2A+2, A+4ഉം 2A+2. അപ്പോൾ A+4 ഈസ് ഈക്വൽ ടു 2A+2. 4 അപ്പുറത്തേക്ക് പോകുന്നു, 2A ഇപ്പുറത്തേക്ക് വരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു -A ഈസ് ഈക്വൽ ടു -2 എന്ന് വരും. എയുടെ വാല്യൂ സിമ്പിളായിട്ട് കിട്ടി, A ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. ഇവിടെ 3B ഉണ്ട്, B² + 2 ഉണ്ട്. അത് രണ്ടോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, നമുക്കറിയാം B² + 2 ഈസ് ഈക്വൽ ടു 3B, അല്ലെങ്കിൽ 3B ഈസ് ഈക്വൽ B² + 2. ഇപ്പുറത്തോട്ട് എടുക്കുമ്പം B² - 3B + 2 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരണം, ആഡ് ചെയ്യുമ്പോൾ -3 വരണം. ഏതൊക്കെയാണ് നമ്പേഴ്സ് നമുക്കറിയാം, അത് -1ഉം -2 ആണ് അല്ലേ. -1ഉം -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, ആഡ് ചെയ്യുമ്പോൾ -3. അപ്പം B - 1 ഇൻറ്റു B - 2 ഈസ് ഈക്വൽ ടു 0. ബിയുടെ വില കിട്ടും 1 എന്നും 2 എന്നും. ഇതുകൊണ്ട് നിർത്തരുത്. കാരണം എന്നറിയാമോ, ഇവിടെ ഒരു ചെറിയൊരു കാര്യം കിടപ്പുണ്ട്. ഇവിടെ B² - 5B ഈസ് ഈക്വൽ ടു -6 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും അവിടെയും ബിയുടെ വാല്യൂ എന്തായിരിക്കും എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. B² - 5B ഈസ് ഈക്വൽ ടു -6. -6 ഇപ്പുറത്തോട്ട് എടുക്കുമ്പം B² - 5B ഈസ് ഈക്വൽ +6 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ -5 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6 വരണം. ഏതാ നമ്പേഴ്സ്? സിമ്പിൾ, -2ഉം -3ഉം, -2ഉം -3ഉം. ഓക്കെ, അപ്പോൾ B - 2 ഇൻറ്റു B - 3. ആൻസർ എന്താ വരുന്നത്? B ഈസ് ഈക്വൽ 2ഉം 3ഉം. ഓക്കെ, ഒരെണ്ണത്തിൽ ബിയുടെ വില 2ഉം 3ഉം, ഒരെണ്ണത്തിൽ ബിയുടെ വില 1ഉം 2ഉം. ഇതിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള ഏതാ? 2 എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എയുടെ വില 2 ആണ്, ബിയുടെ വിലയും 2 ആണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഇഫ് പോസിബിൾ ഫൈൻഡ് ദ സം ഓഫ് മെട്രിക്സ്. ഇത് വളരെ എളുപ്പമാണ്. പോസിബിൾ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറുകൾ സെയിം ആവണം. ഇത് 2/2ഉം ഇത് 2/3 ആണ്. പോസിബിൾ ആണോ? നോ, നോട്ട് പോസിബിൾ. സിമ്പിൾ. 7th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്ന മെട്രിക്സ്, വൈ ഈസ് ഈക്വൽ ടു ഇന്ന മെട്രിക്സ്. എന്താണ്? ഒരു 2/3 മെട്രിക്സ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, രണ്ടും. ഫൈൻഡ് x + y കണ്ടുപിടിക്കാമല്ലോ, എളുപ്പമല്ലേ. 2x - 3y, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6, 2, -2 കണ്ടുപിടിക്കാൻ പറ്റും. -3y ചെയ്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. എ മെട്രിക്സ് Z സച്ച് ദാറ്റ് x + y + z ഈസ് ഈക്വൽ ടു 0 മെട്രിക്സ്. അത് ചിലരൊക്കെ ചെയ്ത് കാണത്തില്ല, അതുകൊണ്ട് ഞാനിതൊന്ന് ചെയ്യാം. x + y + z 0 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Z കണ്ടുപിടിക്കണം. എക്സ് ദേ പെട്ടെന്ന് എഴുതാവേ. 3, 1, -1, 5, -2, -3 പ്ലസ് y എന്നതാ 2, 1, -1, 7, 2, 4 പ്ലസ് Z അറിയത്തില്ല. അപ്പോൾ Z നമ്മളെങ്ങനെ എഴുതും? എക്സ് വൈ Z KLM. ഞാൻ ചുമ്മാ വായി തോന്നി അങ്ങ് ഇട്ടെന്നേ ഉള്ളേ. ഈസ് ഈക്വൽ ടു എന്ത് മെട്രിക്സാ? 0 മെട്രിക്സാ. 0 മെട്രിക്സും സെയിം ഓർഡറിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, ഇനി നേരെ ഞാൻ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. ഇക്വേറ്റ് ചെയ്യുമ്പം എന്ത് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 പ്ലസ് ഓരോ എലമെൻറ്റിനെ ആയിട്ട് ഞാൻ കൂട്ടാൻ പോവാം. 3 + 2 + x ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും.
അപ്പോൾ നമുക്കത് എഴുതാം 3 + 2 + x = 0 എന്ന് പറഞ്ഞാൽ 5 + x = 0. എക്സിൻ്റെ വില കിട്ടി -5. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത് കണ്ടുപിടിച്ചൂടെ ഏത് 1 + 1 + y = എത്രയാ 0. അതിൽ നിന്ന് എനിക്ക് y കണ്ടുപിടിച്ചൂടെ? തീർച്ചയായും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ആൻസർ മാത്രം ഞാനൊന്ന് എഴുതാം. ഇവിടെയോട്ടെ ആൻസർ എന്തായിട്ട് വരുമെന്ന് അറിയാമോ? നമുക്ക് ഇസഡിൻ്റെ വില = -5 -2 2 -12 0 -1 തന്നെ ചെയ്യുക, കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതും വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഫൈൻഡ് നോൺ സീറോ വാല്യൂസ് ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ദി മെട്രിക്സ്. നോൺ സീറോ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സിൻ്റെ വില നോൺ സീറോ ആയിരിക്കണം എന്നുള്ളവർ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തത് ഇതിൻ്റെ ലെഫ്റ്റിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. എക്സ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2x², 2x, 3x, x². ഓക്കെ. ശേഷം 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 16, 10x, പിന്നെ 8, 8x. ഓക്കെ. = 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കതിനെ 2 × x² + 8, പിന്നെ 48, പിന്നെ 20, പിന്നെ 12x. ഓക്കെ. ഇതിനെ വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ഇതിന് രണ്ടിനും കൂടെ ഒന്ന് കൂട്ടാൻ പറ്റുന്നതൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2x² + 16 ഒന്നാമത്തെ എലമെൻറ്റ്. അടുത്തത് 2x + 10x വിച്ച് ഈസ് ഈക്വൽ ടു 12x. അടുത്തത് 3x + 8 വിച്ച് ഈസ് ഈക്വൽ ടു 3x + 8. അടുത്തത് x² 8x വിച്ച് ഈസ് ഈക്വൽ ടു x² + 8x ഈസ് ഈക്വൽ ടു ദ മെട്രിക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണേ. 2x² + 16, 48, 20, 12x. ഓക്കെ. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസിനെ ഈക്വേറ്റ് ചെയ്യണം അല്ലേ? ഇവിടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2x² + 16 ഈസ് ഈക്വൽ ടു 2x² + 16. അതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇവിടെ അടുത്ത നോക്കി 12x-ഉം 48-ഉം അത് രണ്ടും കൂടെ ഈക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് വരും? 12x-ഉം 48-ഉം ചെയ്ത് നോക്കാം. 12x = 48 ചെയ്യുമ്പം എക്സിൻ്റെ വില 4 എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. ശരി. ഇനി അടുത്ത വേറെ എന്ത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. 3x + 8-ഉം 20-യും കൂടെ ചെയ്ത് നോക്കാം. 3x + 8-ഉം 20-യും കൂടെ ചെയ്യുമ്പം 3x + 8 = 20 എന്ന് പറയുമ്പം 3x = 12. എക്സിൻ്റെ വില 4. എല്ലാം എന്തിനാ ചെയ്ത് നോക്കുന്നറിയാമോ? ചില സമയം എക്സിൻ്റെ വില വേറെ വരും. 6 എന്ന് പറഞ്ഞു ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് നോട്ട് പോസിബിൾ എന്നുള്ള ആൻസറിലേക്ക് പോകും. ഒരെണ്ണം ചെയ്തിട്ട് 4 കിട്ടി, അപ്പോൾ 4 ആയിരിക്കും എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കത് ആൻസർ തെറ്റിപ്പോകും. എല്ലാം ചെയ്ത് നോക്കിയിട്ട് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം. അടുത്തത് ലാസ്റ്റ് ഏതാ? x² + 8x = 12x. x² + 8x = 12x. അത് നമുക്കൊന്ന് 12x ആണോ അത്? അതല്ലേ. x² + 8x = 12x ഒന്ന് ചെയ്ത് നോക്കാം. x² + 8x = 12x, അല്ലെങ്കിൽ x² = 8x അപ്പുറത്ത് പോകുമ്പം 4x എന്ന് വരും. ഒരു എക്സും എക്സും കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്ത് വരും? x = 4. ഓക്കെ. അപ്പോൾ x = 4 എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് a = 0, 1, 1, b ഷോ ദാറ്റ് a + b × a - b ഈസ് നോട്ട് ഈക്വൽ ടു a² - b². ആദ്യം തന്നെ ഞാൻ a + b × a - b മെട്രിക്സിൻ്റെ ടേംസിലൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ്. a + b × a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a × a a² പ്ലസ് a × b ab പ്ലസ് b × a ba പ്ലസ് b × b b². നമ്മൾ നമ്പേഴ്സ് പഠിക്കുമ്പം എ ബിയും ബി എയും സാധാരണ സെയിം ആണ് അല്ലേ? 2 × 3യും 3 × 2ഉം സെയിം തന്നെയാണ്. പക്ഷേ മെട്രിക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മെട്രിക്സിൻ്റെ കാര്യത്തിൽ രണ്ട് മെട്രിക്സുകൾ കമ്മ്യൂട്ടേറ്റീവ് ഒരിക്കലും ആവത്തില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. ചില സ്പെഷ്യൽ കേസസിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ എപ്പോഴും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഉണ്ടാകത്തുകൊണ്ട് നമ്മളത് നോ എന്ന് തന്നെയാണ് എടുക്കുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ, അല്ലാതെ വേറൊന്നും കിട്ടത്തില്ല. ഇത് എ ബി സോറി ഞാൻ അതിനകത്തൊരു മിസ്റ്റേക്ക് വരുത്തി. a + b × a - b. വലിയ കാര്യമൊന്നും വരാനില്ല. ഇവിടെ a - b ആകുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് a² - ab
പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ ഇങ്ങനെ വരും. അപ്പോൾ ഇത് എ ബിയും മൈനസ് എ ബിയും കട്ടായി പോകത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എ ബി മൈനസ് എ ബിയും കട്ടായി പോകത്തില്ല, കാരണം അത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് അതങ്ങനെ ഇടാനേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത് കാണിക്കണം കേട്ടോ. ഇതിൽ എ പ്ലസ് ബി ആദ്യമേ കണ്ടുപിടിക്കുക, അടുത്തത് എ മൈനസ് ബി കണ്ടുപിടിക്കുക, ആ കിട്ടുന്ന രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും നമ്മുടെ LHS. RHS എന്തായിരിക്കും? എ സ്ക്വയർ കണ്ടുപിടിക്കുക. എ ഉണ്ടെങ്കിൽ എ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. മൈനസ് ബി സ്ക്വയർ കണ്ടുപിടിക്കുക, രണ്ടും കൂടെ കുറയ്ക്കുക. അതായിരിക്കും നമ്മുടെ RHS. LHSും RHSും സെയിം അല്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അത് തന്നെ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഇന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇത് 3 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈസ് ഈക്വൽ ടു 0. 0 എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. ഫസ്റ്റ് മെട്രിക്സ് നമുക്കറിയാം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ് എടുക്കുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ് എന്ന് പറയുമ്പോൾ 1, x, 1. സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം 1, 2, 15. അടുത്തത് 3, ഇച്ചിരി സ്പേസ് കുറഞ്ഞു പോയി. 3, 5, 3. അടുത്തത് 2, 1, 2. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ 2 മെട്രിക്സിനെയാണ് ഞാനിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അത് മൂന്നാമത്തെ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതവിടെ കിടക്കട്ടെ. ആദ്യത്തേനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 + 2x + എന്ത് വരും 15. ഓക്കെ, അടുത്തത് 1 × 3 പ്ലസ് ഇതിൽ എന്ത് മെട്രിക്സാണ് വരുന്നത് അറിയണേ. ഇത് ഒരു 1 × 3 മെട്രിക്സ് ആണ്. ഇത് ഒരു 3 × 1 മെട്രിക്സ് ആണ്. അപ്പോൾ കിട്ടുന്നത് ഒരു 3 × 3 മെട്രിക്സ് ആണ്. അപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു 1 × 3 മെട്രിക്സേ കിട്ടത്തുള്ളൂ. 1 × 3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു റോ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടാൻ പോകുന്നൊരു 1 × 3 മെട്രിക്സ് ആയിരിക്കും. അത് ഓർത്തോണം. അപ്പോൾ ദേ നോക്കിയേ, 1 × 3 3, 5 × x 5x, 1 × 3 വീണ്ടും 3. അടുത്തത് 1 × 2 2, 1 × x + 2 × 1 2. ഓക്കെ, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെട്രിക്സിനെ എങ്ങനെ എഴുതാം? ഇതിനെ 2x + 16, ഇവിടെ 5x + 6, ഇത് x + 4 ഇൻറ്റു അവസാനത്തെ കോളം മെട്രിക്സ് എന്താണ്? 1, 2, x. വെരി ഈസി. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ്, സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളംസ് അതങ്ങ് എഴുതിയാൽ മാത്രം മതി. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ അതുപോലെ തന്നെ, അപ്പം സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം അതുപോലെ തന്നെ. അപ്പം സ്ട്രെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മാത്രം മതി. ഇത് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത് രണ്ടാമത്തേന് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത് മൂന്നാമത്തേന് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയേ, നോർമലായിട്ടുള്ള പഠിച്ച രീതിയിൽ തന്നെ ഞാനിത് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ് എന്താക്കിയാ? 2x + 16, 5x + 6, x + 4. അടുത്ത മെട്രിക്സിൻ്റെ കോളം 1, 2x 1, 2x = 0 മെട്രിക്സ്. ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2x + 1 × 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എഴുതാൻ പറ്റും 2x + 16 + 5x + 6 × 2 എന്ന് പറയുമ്പോഴത്തേക്കും 10x + 12 + x + 4 × x എന്ന് പറയുമ്പം x² + 4x = 0. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം എന്ത് വരും? 2x + 10x = 12x + 4x = 16x. സോറി, അപ്പോൾ 2x + 12x + 4x എന്ന് പറയുമ്പോഴത്തേക്ക് 16x + 16 + 12 16ഉം 12ഉം 18ഉം 10 28 + x² = 0. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? x² + 16x + 28, x² + 16x + 28 = 0. അത് സോൾവ് ചെയ്താൽ മതി. നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28, ആഡ് ചെയ്യുമ്പോൾ 16. ഏതൊക്കെയാ? 14 × 2 അല്ലേ? x + 14 × x + 2 ശരിയല്ലേ? = 0. എക്സിൻ്റെ വില -2ഉം -14ഉം. നോൺ സീറോ ആയിട്ടുള്ള 2 വാല്യൂസ് എടുക്കാൻ പറ്റും. നോൺ സീറോ വാല്യൂസ് എടുക്കണ പറ. അപ്പം -2 എടുക്കാൻ പറ്റും, -14 എടുക്കാൻ പറ്റും. ശരിയാണ്. 11th question.
ഷോ ദാറ്റ് എ ഇസ് ഈക്വൽ ടു 5 3 - 1 ടു സാറ്റിസ്ഫൈസ് ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളത് നോക്കിയാൽ മാത്രം മതി. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് സീറോയോട് ഇക്വേറ്റ് ചെയ്താൽ മീൻസ് സീറോ കിട്ടുമെന്ന് നോക്കിയാൽ മതി. അത് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എ ഇൻവേഴ്സ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, അത് തൽക്കാലം വിട്ടേക്ക്, ബാക്കി നമുക്ക് ചെയ്യാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 5 3 - 1 - 2 ഇൻറ്റു 5 3 - 1 - 2. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എ സ്ക്വയർ എന്ന് പറയുമ്പം അതിൽ ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാൻ നിൽക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, ഓരോ രണ്ട് മെട്രിക്സ് എ ഇൻറ്റു എ ആണ് എ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എ സ്ക്വയർ ഞാൻ ആൻസർ നേരെ എഴുതുകയാണ്, നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടുപിടിച്ചോണം, ഞാൻ അത് ചെക്ക് ചെയ്യും. എ സ്ക്വയർ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22 9 - 3 1 ആണ്. ഓക്കെ, ചെയ്ത് കണ്ടുപിടിച്ചോണം, ഞാനത് നോക്കും. ഓക്കെ, ശേഷം 3a കണ്ടുപിടിക്കണം. 3a കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എയിലൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 3a കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 15 9 - 3 - 6 എന്ന് വരും. ഓക്കെ, അടുത്ത എന്ത് കണ്ടുപിടിക്കണം? 7i. 7i എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇവിടെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2 × 2 ആണ്. അപ്പോൾ 2 × 2 ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 7 0 0 7. ഇനി ഇത് നേരെ ഈ ഇക്വേഷൻ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നോക്കിക്കേ. എ സ്ക്വയർ തെറ്റിപ്പോയി. എ സ്ക്വയർ മൈനസ് 3a പ്ലസ് 7i ചെയ്യുമ്പോൾ 0 കിട്ടുമോ നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 9 - 3 1 മൈനസ് 3a നമ്മൾ കണ്ടുപിടിച്ചു. 3a എത്രയാ? 15 9 - 3 - 6 15 9 - 3 - 6 പ്ലസ് 7i എന്ന് പറഞ്ഞാൽ 7 0 0 7. ഓരോന്നും സീക്വൻഷ്യലായിട്ടങ്ങ് ആഡ് ചെയ്ത് പോയാൽ മതി. 22 - 15 22 ചെയ്ത് 15 പോയാൽ 7 പ്ലസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു, ശരിയല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എവിടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ? ഓക്കെ -7i ആണ്. ഇവിടെ ഞാൻ +7i എഴുതിയ -7i ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് ആവുന്നു. ഓക്കെ, അത് തെറ്റിപ്പോയി. അപ്പം 22 - 15 എന്ന് പറയുമ്പോഴത്തേക്കും 7 7 - എന്ന് പറയുമ്പം 0. അടുത്ത എലമെൻറ്റ് നോക്കിക്കേ. 9 - 9 0 പ്ലസ് അല്ല മൈനസ് 0 0 - 0 0 -3 -3. അപ്പം -3 + 3 വിച്ച് ഈസ് ഈക്വൽ ടു 0 0 + 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. അടുത്തതും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 മെട്രിക്സ് കിട്ടും. വെരിഫൈ ചെയ്തോണം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി ലെങ്തിയാണ്. നമുക്ക് നോർമൽ സെൻസിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അപ്പം അതുകൊണ്ട് ഒത്തിരി സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാണ്. നിങ്ങളും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, 13th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് എ ഇഫ് ഒരു മെട്രിക്സ് ഇൻറ്റു അനദർ മെട്രിക്സ് ഈസ് എ 3/3 മെട്രിക്സ്. ഇതിൽ മെട്രിക്സിൻ്റെ ഓർഡറിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിയേ, നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3 × 3 മെട്രിക്സ് ആണ്. ആദ്യത്തെ മെട്രിക്സ് ഒരു 3 × 1 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? സച്ച് ദാറ്റ് വി വിൽ ഗെറ്റ് എ 3 × 3 മെട്രിക്സ്. എ മെട്രിക്സിൻ്റെ ഓർഡർ 1 × 3 എ പറ്റത്തുള്ളൂ അല്ലേ? എങ്കിലേ ഉള്ളൂ ഇത് രണ്ടും കൂടെയും അഡ്ജസ്റ്റൻ്റ് ആയിരിക്കും. കിട്ടാൻ പോകുന്ന മെട്രിക്സ് എന്തായിരിക്കും? 3 × 3 ആകത്തുള്ളൂ. കാര്യം പിടി കിട്ടിയോ? അപ്പം ഇതൊരു 1 × 3 മെട്രിക്സ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 1 × 3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു റോ മെട്രിക്സ് ആണ്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഇതേ നോക്കിയേ, 4 1 3 ഇൻറ്റു ഒരു റോ മെട്രിക്സ് ABC എന്ന് ഞാൻ എഴുതുന്നു. അല്ലെങ്കിൽ XYZ എന്ന് ഇട്ടാലും മതി. ഓക്കെ, ഇതേ ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് -4 8 4 -1 2 1 -3 6 3. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 4a 4b 4c. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം. ഇതല്ലാതെ ഓരോ എലമെൻറ്റ്സ് റോയും കോളം എടുത്തും ചെയ്യാനും നിങ്ങൾക്കറിയാം. ഞാൻ റോയും കോളം എടുത്തിട്ടുള്ളത് പറയാം. ആദ്യത്തെ മെട്രിക്സിൻ്റെ റോസ് 4 1 3. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളംസ് ABC. അങ്ങനെ ആകുമ്പം കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും നോക്കാം. 4a 4b 4c ABC 3a
3b 3c is equal to -4 8 4 -1 2 1 -3 6 3. ഇതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ആയി. 4a ഈസ് ഈക്വൽ ടു -4. 4a ഈസ് ഈക്വൽ ടു -4. എയുടെ വില കിട്ടി -1. ഇവിടെ 4b ഈസ് ഈക്വൽ ടു 8. ബിയുടെ വില കിട്ടി 2. അങ്ങനെ എയും ബിയും സിയും കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ കോളം മെട്രിക്സ് കിട്ടും. കോളം മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും എന്നറിയാമോ? -1 കോമയിട്ടരുതേ, മെട്രിക്സ് ആയത് -1 2 1. അതായിരിക്കും എ മെട്രിക്സ്. ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു ഒരു 3x2 മെട്രിക്സ് ആണ്, ബി ഈസ് ഈക്വൽ ടു 2x2 മെട്രിക്സ് ആണ്, വെരിഫൈ ദാറ്റ് ബി എ ദ ഹോൾ സ്ക്വയർ നോട്ട് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. ബി എ ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബി എ ദ ഹോൾ ട്രാൻസ്പോസ് പഠിച്ചിട്ടുണ്ട്, ബി എ ദ ഹോൾ ഇൻവേഴ്സ് പഠിച്ചിട്ടുണ്ട്. അത് പിന്നെ പഠിച്ചത്, അത് വിട്ടേക്ക്. ബി എ ദ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ബി എ ദ ഹോൾ സ്ക്വയർ പഠിച്ചിട്ടില്ല. ബി എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ബി എ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ബി ആദ്യം എഴുതണം, പിന്നെ എ ആദ്യം എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അതായിരിക്കും നമ്മുടെ LHS. ശേഷം എന്താണ്? RHS കണ്ടുപിടിക്കണം. അതിനാദ്യമേ ബി സ്ക്വയർ കണ്ടുപിടിക്കണം, പിന്നെ എ സ്ക്വയർ കണ്ടുപിടിക്കണം. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്ത് നോക്കണം, ഞാൻ ചെക്ക് ചെയ്യും. 15th ക്വസ്റ്റ്യൻ, ഇഫ് പോസിബിൾ ഫൈൻഡ് ബി എ ആൻഡ് എ ബി. പോസിബിൾ ആണോ എന്നുള്ള കാര്യം ഓർഡർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. എയുടെ മെട്രിക്സിൻ്റെ ഓർഡർ 2x3, 2 റോയും 3 കോളവും. ബിയുടെ മെട്രിക്സിൻ്റെ ഓർഡർ 3x2, 2x3. എ ബി പോസിബിൾ ആണോ? എ ബി ഈസ് പോസിബിൾ. യെസ്, 2x3 3x2. രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എ ബി എന്തായിരിക്കും? ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? ബി എ പോസിബിൾ ആണോ? ബി എ പോസിബിൾ ആണോ? ബി മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ബി മെട്രിക്സിൻ്റെ ഓർഡർ 3x2. ബി മെട്രിക്സ് 3x2, എ മെട്രിക്സ് 2x3. അപ്പോൾ ബി എ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ബി എ മെട്രിക്സിൻ്റെ ഓർഡർ 3x3. ഞാൻ ഓർഡർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടില്ല. പോസിബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇത് പോസിബിൾ ആണ്. നിങ്ങൾ ഇത് ബി എയും കണ്ടുപിടിക്കണം, എ ബിയും കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ റീറൈറ്റ് തരും. ഓക്കെ, എ ബിയും ബി എയും തന്നെ കണ്ടുപിടിച്ചോണം. ഷോ by an example that a not equal to 0, b not equal to 0, ab is equal to 0. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം സാധാരണ 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം എ എന്ന് പറഞ്ഞ മെട്രിക്സ്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ്, സി എന്ന് പറഞ്ഞ മെട്രിക്സ്, സീറോ മെട്രിക്സ്, എയും ബിയും 0 മെട്രിക്സ് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിലും ഈ 2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കൊരു 0 മെട്രിക്സ് കിട്ടുകയും വേണം. ഏറ്റവും നല്ലത് 1സിലും 0സിലും ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി എടുക്കുന്നതാണ് നല്ലത്. സപ്പോസ് എ മെട്രിക്സ് 1 0 0 0 എന്ന് ചോദിച്ചോ, എയുടെ മെട്രിക്സ് 0 അല്ല. അടുത്ത മെട്രിക്സ് ഇവിടെ 1, ആദ്യത്തെ എലമെൻറ്റ് ഞാൻ 1 കൊടുത്ത് 2/2 ആണ് എടുക്കുന്നത്. 1 കൊടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 0 ആയി, മീൻസ് 1 വരും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ എലമെൻറ്റ് 0 കൊടുക്കുന്നു, പിന്നെ 1 കൊടുക്കുന്നു, പിന്നെ 0 0 കൊടുക്കുന്നു. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പം 1 × 0 + 0 × 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. അടുത്തത് 1 × 1. ഓക്കെ, 1 × 1 വരുമ്പം അത് 1 വരും. അപ്പോൾ അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ ഇവിടെ 0 വേണം. അടുത്ത ഇവിടെ കൊടുക്കാം നമുക്ക് 1. ഞാൻ എന്നാൽ ഇവിടെ കൊടുത്ത് നോക്കാം. ഇവിടെ അപ്പോൾ നോക്കാം. 1 × 0 0, 0 × 1 0. ഓക്കെ, 1 × 0 0, 0 × 0 0, 0 × 0 0, 0 × 1 0, 0 × 0 0, 0 × 0 0, 0 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ മെട്രിക്സ്? 1 0 0 0 0 1, 1 0 0 0 0 0 1 0. നോക്കിക്കേ, ശരിയല്ലേ? 1 × 0 0, 0 0. ഓക്കെ, 1 × 0 0, 0 × 0 0, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0. ഓക്കെ, 0 × 0 0 + 0 × 1 0, അപ്പോൾ 0. ഓക്കെ, 0 × 0 0, 0 × 0 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എയും ബിയും. ഇങ്ങനെ എക്സാമ്പിൾസ് ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പം 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ എക്സാമ്പിൾസ് എടുക്കണം. എന്ന് വെച്ചാൽ ചെറിയ മെട്രിക്സ്, അത് മാത്രമല്ല 0സും 1സും. ഗിവൺ എ ഒരു 2/3 മെട്രിക്സ് ആണ്. അടുത്തത് ഒരു 3/2 മെട്രിക്സ് ആണ്. ഈസ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് ഓൾറെഡി ഒരു ഐഡൻറ്റിറ്റിയാണ്. ഏതാ? എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നുള്ളത്. ഓക്കെ, അത് ഇതിനകത്ത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്ത പ്രോബ്ലം അല്ലേ? എങ്ങനെയാണ്? എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം അതിൻ്റെ ഇൻവേഴ്സ് അല്ല കേട്ടോ, ട്രാൻസ്പോസ് ആണേ, എനിക്ക് പറഞ്ഞത് വിട്ടുപോയതാ. ആദ്യം എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക, ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, പിന്നെ
അത് LHS എന്ന് എഴുതുക. ശേഷം എന്ത് ചെയ്യണം? ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ഓക്കെ, LHS ഈസ് ഈക്വൽ ടു RHS എന്ന് കിട്ടും. ചെയ്ത് നോക്കിക്കോണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ജസ്റ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, നേരെ നമുക്ക് ആൻസർ കിട്ടും. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് വരും നമുക്കറിയാം. എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് 2x 1x എന്ന് പറയുക എക്സ് തന്നെ, പ്ലസ് വൈ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3y 5y പ്ലസ് -8 മൈനസ് എല്ലാം 2x1 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 0 മെട്രിക്സും 2x1. ഓക്കെ, ശേഷം ഇതെല്ലാം 2x1 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി. കിട്ടുന്നത് 2x1 മെട്രിക്സ് ആയിരിക്കും. 2x പ്ലസ് 3y മൈനസ് 8 ഒന്നാമത്തെ എലമെൻറ്റ്. രണ്ടാമത്തെ എലമെൻറ്റ് എന്താ? എക്സ് പ്ലസ് 5y മൈനസ് 11. എക്സ് പ്ലസ് 5y മൈനസ് 11. ഇതും ഒരു 2x1 മെട്രിക്സ് ആയിരിക്കും. അത് 0 മെട്രിക്സിനോട് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. നേരെ ഇക്വേറ്റ് ചെയ്താൽ മതി. എന്തെഴുതാം? 2x പ്ലസ് 3y മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് 5y മൈനസ് 11 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ ഇതിനെ എഴുതാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എഴുതുമ്പോൾ എന്ത് വരും? 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 8, എക്സ് പ്ലസ് 5y ഈസ് ഈക്വൽ ടു 11. ഇതിനകത്തൊന്നും ചെയ്യണ്ട. ഇതിൽ രണ്ടാമത്തെ ഈ എലമെൻറ്റിനെ 2 വെച്ച്, ഈ കംപ്ലീറ്റ് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിക്കേ. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2x പ്ലസ് 10y ഈസ് ഈക്വൽ ടു 22 ആയില്ലേ? ഓക്കെ, ഇനി നേരെ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 8. ഒന്നുകിൽ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷൻ 3 സബ്ട്രാക്ട് ചെയ്യുക. ഏതെങ്കിലും ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x ഉം ക്യാൻസൽ ആയി പോകും. 10y മൈനസ് 3y എന്ത് വരും? 7y വിച്ച് ഈസ് ഈക്വൽ ടു 22 മൈനസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 14. വൈയുടെ വില നമുക്ക് കിട്ടും 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം എക്സിൻ്റെ വില എന്തായിരിക്കും? ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് എക്സിൻ്റെ വില കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് ആൻസർ കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ചെയ്ത് നോക്കിക്കോണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2x2 മെട്രിസസ് ദെൻ സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഇത് ഞാൻ ക്ലാസ് ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 2 3 4 0. അടുത്ത മെട്രിക്സ് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു -2 2 1 -5. ഒന്നും ചെയ്യാനില്ല. ഇതിൽ എക്സിൻ്റെ എലമെൻറ്റ് നേരത്തെ നമ്മൾ ഈ ചെയ്ത ഇവിടെ എക്സിൻ്റെ എലമെൻറ്റിനെ കോമൺ ആക്കിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. എക്സിൻ്റെ എലമെൻറ്റ് കോമൺ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഇക്വേഷൻ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷൻ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? 3 × 2 6. ഇവിടെയും 3 × 2 6. ആ രണ്ട് കാര്യം ചെയ്തതോടുകൂടി ഇത് സെയിം 6ലുള്ള ഒരു ഇക്വേഷനായിട്ട് മാറും. എങ്ങനെ മാറും? ഫസ്റ്റ് ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് നോക്കിയേ. 6x പ്ലസ് 9y ഈസ് ഈക്വൽ ടു, ഇവിടെയും ഓരോ എലമെൻറ്റിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? നമുക്കറിയാം 6 9 12 0. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതെന്തായിട്ട് മാറും? 6x പ്ലസ് 4y ഈസ് ഈക്വൽ ടു -4 4 2 -10. ചെയ്ത് നോക്കിക്കോണം. ഞാൻ ഹറിബറിയിൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏത് രണ്ട് ഇക്വേഷൻ? ഈ രണ്ട് ഇക്വേഷൻസിനെ രണ്ടിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6x ഉം ക്യാൻസലായി. ഓക്കെ, ബാക്കി 9y മൈനസ് 4y എന്ത് വരും? 5y എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിലെ ഓരോ എലമെൻസിനെ സബ്ട്രാക്ട് ചെയ്യണം. 6 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 10. കറക്റ്റ്. അടുത്തത് 9 മൈനസ് 4 5, പിന്നെ 12 മൈനസ് 2 അല്ല കേട്ടോ, 12 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 10. ഇതും 10. വൈയുടെ വാല്യൂ ഇവിടെ ഓരോ എലമെൻറ്റിനെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ 2 1 2 2 എന്ന് നമുക്ക് കിട്ടും. നമ്മൾ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഈ വൈയുടെ വാല്യൂ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ,
ഇതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെയിറ്റ് നിങ്ങളുടെ ചോദ്യത്തിലോ ഏതിലെങ്കിലും വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിനക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തേക്കാം, കാരണം വെച്ചാൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. സപ്പോസ് ഞാൻ ഈ ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചോ വൈയുടെ വാല്യൂ. അപ്പോൾ എന്ത് വരും? 2x + 3 ഇൻറ്റു വൈയുടെ വാല്യൂ 2122 ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 2340 ഈസ് ഈക്വൽ ടു 2340. ഓക്കെ, ആദ്യം 3 മൾട്ടിപ്ലൈ ചെയ്യുക. 2x + 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6366 എന്ന് വരും. ഈസ് ഈക്വൽ ടു 2340. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം 2x ഈസ് ഈക്വൽ ടു അപ്പുറത്ത് സബ്ട്രാക്ട് ചെയ്യും. ഓരോ എലമെൻറ്റ് സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യണം. ഞാൻ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. -40 -2 -6 എന്ന് വരും. എക്സിൻ്റെ വില ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യും, ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -2 0 -1 -3 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സും വൈയും കിട്ടി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ചെയ്ത് നോക്കണം. 20th question. If capital A is equal to 35, capital B is equal to then find a non-zero matrix C such that AC is equal to BC. Okay, A35 ഞാൻ എഴുതുവാണേ. ഈ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളെല്ലാം കുറച്ച് സമയമെടുക്കും. AC is equal to BC എന്ന് പറഞ്ഞാൽ സി രണ്ടാമത്തെ മെട്രിക്സ് സെയിം ആയിരിക്കണം. എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 35, ബി എന്ന് പറയുന്നത് 73. സി ഏതും ആയിക്കോട്ടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് കിട്ടണം. അതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ? അത് തമ്മിൽ സി ഒരു നോൺ സീറോ മെട്രിക്സ് ആയിരിക്കണം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആൻസർ എന്താ? രണ്ടും ഈക്വലായിട്ട് കിട്ടണം. നമുക്ക് നോക്കാവേ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഇതിപ്പം 1ഉം ഇതിൻ്റെ ഡിഫറൻസ് 1ഉം -1ഉം കൊടുത്തു കഴിഞ്ഞാൽ 1 -1. സി ഒരു കോളം മെട്രിക്സ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സപ്പോസ് ഇതിൽ രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെട്രിക്സ് ഏതാണ്? സേ ഞാൻ സിക്ക് എക്സും വൈയും കൊടുക്കുമെന്ന് വിചാരിച്ചോ. നമുക്കത് ഈക്വേറ്റ് ചെയ്ത് നോക്കാം, അതായിരിക്കും നല്ലത്. ഞാനൊരു കോളം മെട്രിക്സ് എക്സ് വൈ കൊടുത്തു. നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. ഇതെന്ത് വരും? 3x + 5y is equal to 7x + 3y. 3x അപ്പുറത്തോട്ടും 7x അപ്പുറത്തോട്ടും ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 3x അപ്പുറത്തോട്ട് പോകുമ്പം അത് 4x ആവും. അപ്പോൾ 5y - 3y വരുമ്പോൾ 2y is equal to 4x വരും. y is equal to 2x വരും. y is equal to 2x. അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ ടേംസിൽ എഴുതാനേ നമുക്ക് പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ മെട്രിക്സ് എക്സും വൈയും ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം x is equal to y/2. അപ്പം ഒരെണ്ണം എക്സ് ആണെങ്കിൽ y എന്തായിരിക്കും? 2x ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ്. ഒരെണ്ണം മറ്റേതിൻ്റെ ഡബിൾ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു പർട്ടിക്കുലർ നമ്പർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരെണ്ണം എക്സ് ആണെങ്കിൽ മറ്റേത് 2x ആയിരിക്കും എന്നുള്ള ഈ ഒരു റേഷ്യോ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നമ്പേഴ്സ് കാണുമായിരിക്കും, പക്ഷേ അത് കണ്ടുപിടിക്കുന്നതിലും നല്ലത് ഈ ഒരു റേഷ്യോ എഴുതി വെക്കുന്നതാണ്. ഇതിന് മാർക്ക് കിട്ടും. ഓക്കെ, 21st ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി ഓക്കെ. 21st ക്വസ്റ്റ്യൻ. അപ്പോൾ 21st ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എയും ബിയും സിയും. ഓക്കെ, AB ഈസ് ഈക്വൽ ടു AC ആണ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യമേ എടുക്കുന്ന രണ്ട് മെട്രിക്സും ഈക്വൽ ആയിരിക്കണം. ബി നോട്ട് ഈക്വൽ ടു സി ആയിരിക്കണം. ബി നോൺ സീറോ മെട്രിക്സ് ആണ്, സി ആയിരിക്കണം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുകയും വേണം. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള കേസുകളിൽ ഏറ്റവും ചെറിയ മെട്രിക്സുകൾ എടുക്കുക. 1 0 0 1 0 0 0 ഇങ്ങനെ മെട്രിക്സ് എടുത്തു. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ആകണം. ഇനി ഇതിനെ കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി സാധനം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഒരു 1 വേണമെന്ന് ചോദിച്ചോ. അപ്പം ഞാനിവിടെ 1 0 1 0 0 1 ഐഡൻറ്റി മെട്രിക്സ് കൊടുക്കാം. ഐഡൻറ്റി മെട്രിക്സുമായിട്ട് ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെയിം മെട്രിക്സേ തിരിച്ച് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് 1 0 0 0 തന്നെയായിരിക്കും അല്ലേ? നോക്കിക്കോ, 1 × 1 + 0 × 0 which is equal to 1. അടുത്തത് 1 × 0 + 0 × 0 0. ഓക്കെ, 0 × 1 + 0 × 0 0 0 × 0 + 0 × 1 0. അപ്പം ഇത് ഓക്കെ. ബി മെട്രിക്സ് ഞാൻ 1 0 0 1 എന്ന് എടുത്തു. സി മെട്രിക്സ് ബിയും സിയും ഈക്വൽ ആകാൻ പറ്റത്തില്ല. എന്തെടുക്കാൻ പറ്റും? ആദ്യത്തെ എലമെൻറ്റ് 1 വരണം.
ഓക്കെ, എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാ. എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് ഇത് തന്നെ കിട്ടണം. 1 0 0 0 എന്ന് തന്നെ കിട്ടണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം? ആദ്യത്തെ എലമെൻറ്റ് എനിക്ക് 1 കൊടുക്കാം, കുഴപ്പമില്ല. അടുത്തത് രണ്ടാമത്തെ എലമെൻറ്റ് എനിക്ക് ഏത് കൊടുക്കണം? രണ്ടാമത്തെ എലമെൻറ്റ് ഞാൻ 0 കൊടുക്കണം. അപ്പോൾ 1 ഇവിടെയും 0 വരും. 1 0 എന്ന് പറയുമ്പോൾ 1 0 0 ഇവിടെയും 0 0 0 0 0 0 0 0. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. മാത്രമല്ല ബിയും സിയും ഈക്വലും അല്ല. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഒരു കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി വന്ന് ചോദിച്ചാൽ മതി. അപ്പോഴത്തേക്കും ഞാനിത് വീണ്ടും ഒരു രീതിയിൽ കുറച്ചുകൂടെ വേറെ എക്സാമ്പിൾസ് തരാം. ഓക്കെ, ബേസിക് ആയിട്ടൊരു എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. വെച്ചാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണേലും കൊടുക്കാം എന്നുള്ളതാണ്. ഇതെന്താണ്? എയും ബിയും സിയും തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ്. ഒന്നാമത് എ ബി ഇൻറ്റു സി ഇസിക്കൽ എ ബി. അപ്പോൾ ഇതിൽ LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഇൻറ്റു സി ആണ്. ബ്രാക്കറ്റിലുള്ളതിന് ആദ്യം ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ആദ്യം എ ബി കണ്ടുപിടിക്കാമല്ലോ. എ ബി കണ്ടുപിടിക്കുക, ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിനെ സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും LHS. അടുത്തത് RHS എന്നതാ? എ ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ ബി സി ആദ്യം ചെയ്യുക, കണ്ടുപിടിക്കാമല്ലോ. ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ മെട്രിക്സിനെ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ കിട്ടുന്നത് സെയിം ആയിരിക്കും. അതാണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അടുത്തത് എ ഇൻറ്റു ബി പ്ലസ് സി, ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യുക, അത്രേ ഉള്ളൂ. എ ഇൻറ്റു ബി പ്ലസ് സി ആദ്യം ചെയ്യുക, രണ്ടും 2/2 അല്ല ബി പ്ലസ് സി രണ്ടും 2/2 മെട്രിക്സാണ്. അത് ചെയ്യുമ്പം ഒരു 2/2 മെട്രിക്സ് കിട്ടും. അത് എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോഴത്തേക്കും നമുക്കൊരു മെട്രിക്സ് കിട്ടും, അതായിരിക്കും LHS. ഇനി എന്താണ്? RHS, എ ബി പ്ലസ് എ സി. എ ബി കണ്ടുപിടിക്കാമല്ലോ, പ്ലസ് എ സി ചെയ്യുക, രണ്ടും ഈക്വൽ ആയിരിക്കും. ഞാനിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഇതിനകത്തൊന്നും എഴുതാനില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് എന്നെ കാണിക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അസൈൻമെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് അത് നോക്കും. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ പെട്ടെന്ന് പറയാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതൊരു ഡയഗണൽ മെട്രിക്സാണ്, ഡയഗണലിൽ മാത്രമേ എലമെൻ്റ് ഉള്ളൂ. ഇതൊരു ഡയഗണൽ മെട്രിക്സാണ്, ഡയഗണലിൽ മാത്രമേ എലമെൻ്റ് ഉള്ളൂ. രണ്ട് ഡയഗണൽ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എ, വൈ ഇൻറ്റു ബി, ഇസഡ് ഇൻറ്റു സി, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം മൾട്ടിപ്ലൈ. പക്ഷേ ഇത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് കാണിക്കാൻ അവർ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ PQ കണ്ടുപിടിച്ചിട്ട് ഇതാണെന്ന് പ്രൂവ് ചെയ്യാൻ. അതിനെന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പഠിച്ച മെത്തേഡ്, പിയുടെ റോസ് x, 0, 0, 0, y, 0, 0, 0, z. Q കണ്ടുപിടിക്കുക. ക്യൂവിലെ റോസ് അല്ല കോളംസ് A, 0, 0, 0, B, 0, 0, Z. മൾട്ടിപ്ലൈ ചെയ്തോ. AX ബാക്കിയെല്ലാം 0, 0, 0, 0, ഇവിടെയും 0. ഓക്കെ, അടുത്തത് A0, Y0, 0, 0. അടുത്തത് 0, വൈയുടെ സമയം. അപ്പം BY 0, 0, 0, CZ. ഇത്രേ ഉള്ളൂ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഈ സെയിം സാധനം തന്നെയാണ് QP ചെയ്യുമ്പോഴും കിട്ടുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ QP ഇതിൻ്റെ റോയും മറ്റേതിൻ്റെ കോളംസും എടുത്ത് ചെയ്യുക. എന്ന് പറഞ്ഞാൽ QP, Q ആദ്യം വരും. ഇപ്പോൾ ക്യൂവിൻ്റെ റോസ്, പിയുടെ കോളംസ്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ കേസിൽ PQ = QP എന്ന് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിസസ് ആർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. സാധാരണ ഒരു മെട്രിക്സ് എ ബിയും ബി എയും കമ്മ്യൂട്ടേറ്റീവ് അല്ല, ഈക്വലും അല്ല. പക്ഷേ ഇവിടെ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് എന്താ പ്രത്യേകത? PQയും QPയും ഈക്വലായിട്ട് കിട്ടി. അതൊരു കേസാണ് കേട്ടോ. എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ല, പക്ഷേ അതൊരു ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ടുള്ളൊരു കേസാണ്. ഓക്കെ, 24th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ചെയ്ത് കാണിക്കാം. ഇഫ് എ തന്നിട്ടുണ്ട്, ഇത് ഒരു 1x3 മെട്രിക്സ്, ഇതൊരു 3x3 മെട്രിക്സ്. അത് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് എ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1x3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ റോസും കോളം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ് 2, 1, 3. സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം -1, -1, 0, 0, 1, 1, -1, 0, 1. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -2, -1, -3 + 0, അപ്പോൾ -3. അടുത്തത് ചെയ്തേ.
0 1 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അടുത്തത് -2 0 3 -2 0 വരുമ്പം 1. അപ്പോൾ അത് 3 1 3 4 1 എന്ന് വരും. അത് ഏത് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 0 -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പം നേരെ ഒരു എലമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. നോക്കിയേ, ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ ഞാൻ ഇവിടോട്ട് എഴുതാം. ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ -3 4 1. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം 1 0 -1 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -3 + 0 -1 വിച്ച് ഈസ് ഈക്വൽ ടു -4 എന്ന് ആൻസർ വരും. ഓക്കെ, എ ഈസ് ഈക്വൽ ടു -4. സിംഗിൾട്ടൺ മെട്രിക്സ് ആണ്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. എയും ബിയും വെരിഫൈ ദാറ്റ് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. LHSൽ ബി പ്ലസ് സി ആദ്യം ചെയ്യുക, ബ്രാക്കറ്റിനകത്തായതുകൊണ്ട് അത് എ ഇൻറ്റു അത് ചെയ്യുക. അടുത്തത് എ ബി കണ്ടുപിടിക്കുക, എ സി കണ്ടുപിടിക്കുക, അത് തമ്മിൽ ആഡ് ചെയ്യുക. രണ്ടും ഈക്വൽ ആയിരിക്കും. ആ LHSഉം RHSഉം ഈക്വൽ ആണെന്ന് കാണിക്കുക. ഓക്കെ.